അയോധ്യയിലേക്ക് പോകില്ലെന്ന് പറഞ്ഞവർ ഖിലാഫത്തിന്റെ മനസ്സ് സൂക്ഷിക്കുന്നവരെന്ന് പ്രജ്ഞാപ്രവാഹ് ദേശീയ സംയോജക് കെ.ജെ. നന്ദകുമാർ. പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടക്കുന്ന ജനുവരി 22 ഭാരതത്തിന്റെ സ്വാഭിമാന ദിനമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. സോമനാഥ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണം തടയാൻ നോക്കിയവരാണ് വലിയ ദേശീയ പ്രസ്ഥാനമെന്ന് ഇപ്പോൾ വീമ്പ് പറയുന്നവർ. അയോധ്യയിലേക്ക് പോകില്ലെന്നാണ് ഇവർ പറയുന്നത്. ഇക്കൂട്ടർ ഖിലാഫത്തിന്റെ മനസ്സ് സൂക്ഷിക്കുന്നവരാണ്. ഖിലാഫത്ത് എന്നത് ദുഷിച്ച രാഷ്ട്രീയ വിരുദ്ധ മനസ്സാണെന്നും പ്രജ്ഞാപ്രവാഹ് ദേശീയ സംയോജക് ജെ. നന്ദകുമാർ പറഞ്ഞു. അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിന്റെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചില ആളുകൾക്ക് ഈ രാഷ്ട്രം നശിച്ചാലേ സന്തോഷമാവുള്ളൂ എന്ന മട്ടിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരക്കാരോട് ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾക്ക് വീണ്ടും ഒരു അവസരം കൂടി വന്നിരിക്കുക. വീണ്ടും ഒരു അവസരം കൂടി ചെയ്തു പോയ ആ കൊടിയ അപരാധങ്ങൾക്ക് സമസ്താപരാധം പറഞ്ഞ് മുട്ടിലിരുന്നോ അല്ലെ സാഷ്ടാംഗം പ്രണമിച്ചോ കണ്ണീര് വാർത്ത് മാപ്പി ചോദിക്കാനുള്ള അവസരമാണ്. രാമന്റെ ക്ഷേത്രത്തിനെതിരായിട്ടായാലും ഹൈന്ദവ ഏകീകരണത്തിനെതിരായിട്ടായാലും ഒക്കെ പ്രവർത്തിക്കുന്ന ആളുകളുടെ മനസ്സിലുള്ളത് പുറത്തിലെ പറഞ്ഞില്ലേ, ഒരു ഖിലാഫത്ത് മനസ്സാണ്. ഖിലാഫത്ത് എന്നത് ഒരു ദുഷിച്ച മനസ്സിന്റെ രാഷ്ട്രവിരുദ്ധ മനസ്സാണ്. ആ രാഷ്ട്രവിരുദ്ധ മനസ്സാണ് ഇന്ന് ഭാരതത്തിലെമ്പാടും ഭാരതത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നത്. അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്ന ജനുവരി 22 ഭാരതത്തിന്റെ സ്വാഭിമാന ദിനമാണെന്നും അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ പ്രൊഫസർ ജി. ബാലകൃഷ്ണൻ നായർ പുരസ്കാരങ്ങളും വിതരണം ചെയ്തു. ഡോക്ടർ ടി.പി. ശങ്കരൻകുട്ടി നായർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സിനിമാ ടെലിവിഷൻ താരം വിവേക് ഗോപൻ, സന്ദീപ് തമ്പാനൂർ, എം.ആർ. ഗോപകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഹിന്ദു മഹാസമ്മേളനത്തിൽ ഇന്ന് വസുദൈവ കുടുംബകം എന്നതിൽ ചർച്ചയും പൊതുസമ്മേളനവും നടക്കും. നാളെയാണ് സമാപന സമ്മേളനം. ജനം, തിരുവനന്തപുരം.